ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇത് നമ്മുടെ കോഴിക്കോടുള്ള റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്നിവിടെ നമ്മൾ കാണുന്നത് അക്വാ വേൾഡാണ്. വളരെ വിജ്ഞാനപ്രദമായ ഒരുപാട് അറിവുകൾ സമ്മേളിച്ചിരിക്കുന്ന വളരെ അപൂർവമായ ഒരു സയൻസ് സെൻ്ററാണിത്. ഇവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സയൻസ് സെൻറ്റർ, റീജിയണൽ സയൻസ് സെൻറ്റർ എന്നത് വളരെ മികച്ച ഒന്ന് തന്നെയാണ്. ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഒട്ടനവധി ഗാലറികളാണ്. ഒക്കെ ഭൂമിയിലെ ജലത്തിൻ്റെ ലോകമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരുപാടുണ്ട്. ഇത് സുനാമി സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഭൂകമ്പമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സുനാമിയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന തിരമാലകളും അതെങ്ങനെയാണ് ഭൂമിയിലെ കരയിലേക്ക് അത് എത്തുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒന്നാണിത്. മുകളിൽ മുഴുവൻ മീനുകളൊക്കെയാണ്. നല്ലൊരു കാഴ്ച, അതിസുന്ദരമായ കാഴ്ചയാണ്. ഇതെന്തായാലും ആദ്യം കാണാത്തവർക്കൊക്കെ ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ അപൂർവമാണ്. നമ്മൾ എന്തിനൊക്കെയോ സമയം ചെലവഴിക്കുന്നത് അല്പം ഒരു വീക്കെൻഡിലൊക്കെ ഇവിടെ വന്ന് നമ്മൾ കുട്ടികളോടൊപ്പം വന്ന് കാണുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവില്ല. ചെറിയ പൈസയേ ഉള്ളൂ. മറ്റുള്ളവരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 20-30 രൂപ എന്ന് പറയുന്നതൊക്കെ വളരെ ചില്ലി ക്യാഷ് കൊണ്ട് വിശാലമായ വിജ്ഞാനത്തിൻ്റെ ഒരു അറിവിൻ്റെ സാഗരം തന്നെ ഇവിടെ പടുത്തുയർത്തിയിട്ടുണ്ട് എന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ ഭൂമി ലോകത്തുള്ള ജലജീവികളെക്കുറിച്ചും ഭൂമിയിലുള്ള ജലത്തിൻ്റെ വിന്യാസങ്ങളെക്കുറിച്ചും ഒരുപാട് അറിവുകൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണണം. വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഒന്നും മിസ് ചെയ്യരുത്. ഞാൻ വളരെ വൈകിയാണിത് കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായ അനുഭവമായി. സമയം വേണം. ഈ പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ശരിക്കും ഇരുന്ന് പഠിക്കാനും കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊരു ചാകര ഉണ്ടാകുന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു വിശദീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതൊക്കെ വായിച്ച് നോക്കുക. നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഒരു സ്റ്റില്ലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ജീവനുള്ള തുടിപ്പ് പോലെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് തരുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ ഒരു ഒരു കൗണ്ടറും ഉണ്ട്. ക്വിസിൻ്റെ ഒരു കോർണറുണ്ട്. ഇവിടെ പോയാൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയാം. പഴയ പായ്ക്കപ്പലുകളാണ്. ഒന്നാം തരം കാഴ്ചകൾ, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒറിജിനൽ അക്വേറിയം ഉണ്ട്. ജീവനുള്ള തുടിപ്പുകൾ അവിടെ കാണാം. മനോഹരമായ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള അക്വേറിയങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മീനുകളാണെങ്കിലും എന്നാലും വളരെ ഭംഗിയായി കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട അറിവുകൾ നൽകാനും വളരെ മനോഹരമായ കാഴ്ചകൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുമെന്ന് തർക്കമില്ല. അത്യാവശ്യം മാത്രം വെറുപ്പിക്കാതെ കുറേ അക്വേറിയങ്ങൾ, കുറേ ഗ്ലാസ് കൂടുകൾ കൊണ്ട് നിറച്ച് അത്ഭുതപ്പെടുത്തുക അങ്ങനെയല്ല. ഇവിടെ വളരെ ആവശ്യമായത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കത് കണ്ടാൽ തന്നെ അറിയാം. നല്ല
LED ബൾബിൻ്റെ ആ പ്രകാശവും കളറും എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് മികച്ച തന്നെ. ഇതുപോലുള്ളൊരു കാഴ്ചകൾ നമുക്ക് മറ്റൊരെവിടെയും കാണാൻ കഴിയില്ല. അത്രയും മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും മിസ് ചെയ്യരുത്. ആരെയും കാണാത്തവരുണ്ടെങ്കിൽ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്, പുതിയ സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെയാണ്. നടന്നു പോകാനുള്ള അല്പ ദൂരമേ ഉള്ളൂ. നമ്മൾ ഓട്ടോറിക്ഷ കൊടുത്താൽ ഒരു 30-40 മിനിമം ചാർജ് കൊടുത്താൽ അവിടെ എത്തിച്ചേരുന്നതാണ്. 30 രൂപ എന്തേ ഉള്ളൂ. കോഴിക്കോട് ഓട്ടോക്കാരെ നമുക്ക് വിശ്വസിച്ച് കയറാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ സെൻറ്റർ ഒന്നിനൊന്ന് മികച്ചതാണ്. ഇനി അവസാനമായി ഈ റീജിയൻ സയൻസ് സെൻറ്ററിലെ പ്ലാനറ്റോറിയത്തിലേക്കാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകുക. ഒരുമിച്ച് വലിയൊരു വീഡിയോ വേണ്ട എന്ന നിലയ്ക്കാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാണുന്നവരിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അത്ഭുത കാഴ്ചകൾ മറ്റുള്ളവരും കാണട്ടെ. എല്ലാവർക്കും ഈ കണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ്.